ശ്രേയസ് സജീവൻ, ശ്രീ എൻ ശ്രീകുമാർ പറയുകയായിരുന്നു വി ഡി സതീശന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാമെന്ന്. വി ഡി സതീശന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കേണ്ടി വരുമോ ഒപ്പമുള്ള മന്ത്രിമാരെല്ലാവരും മറ്റു പക്ഷക്കാരാണെങ്കിൽ? ഞാനിപ്പോ ഇതിൽ കാണുന്ന ടിവിയിൽ കാണുന്ന സ്ക്രോളിംഗ്, അതിൽ KC വേണുഗോപാൽ പിടിമുറുക്കി എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുമെന്നുള്ള ഉത്തരം അതാണ്. KC വേണുഗോപാൽ മന്ത്രിസഭയിൽ പിടിമുറുക്കിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് പറയുന്നില്ല, അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആളുകളാണ് മന്ത്രിസഭയിൽ ഉണ്ടാവുക. അങ്ങനെയുള്ളൊരു മന്ത്രിസഭയിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ VD സതീശന് കഴിയുമെന്ന് ശ്രീകുമാർ ആഗ്രഹിക്കാം. പക്ഷെ അത് നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇവരെല്ലാവരും ഒറ്റയടിക്ക് മറുകണ്ഠം ചാടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് അങ്ങനെയാണെങ്കിൽ എടുക്കാം. പിന്നെ ഇവരെല്ലാവരും ജൂനിയേഴ്സ് ആണ് എന്നുള്ളത് കൊണ്ട് അത് നടപ്പാവുമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കൂടുതൽ സങ്കീർണമാണ്. KC വേണുഗോപാൽ പിടിമുറുക്കി എന്നുള്ളത് തന്നെ സങ്കീർണമാണ് കാര്യങ്ങൾ. ഒരു കാര്യം കൂടി പറയാം. ശ്രീകുമാർ ഇപ്പോൾ നേരത്തെ അവിടെ പറഞ്ഞു, ഇത് സർക്കാരിന്റെ നടപടികളെ അല്ലെങ്കിൽ UDFന്റെ നടപടികളെ ജനങ്ങൾ അങ്ങനെ മോശമായിട്ട് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ ശ്രീകുമാർ എന്നെ LDFന്റെ പക്ഷത്തേക്ക് ഒതുക്കാനാണ് ശ്രമിച്ചത്. അത് സന്തോഷം, നല്ല കാര്യം. പക്ഷേ ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം UDFO അല്ല LDF അല്ലെങ്കിൽ BJP ഒന്നും അല്ലല്ലോ. UDFലെ ഘടകകക്ഷിയുടെ നേതാവാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ശ്രീകുമാറിന് അറിയാവുന്നതാണ്. അത് മാത്രം ആലോചിച്ചാൽ മതി. നാട്ടുകാർക്കിടയിൽ നാണം കെടുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ജനങ്ങളുടെ മനസ്സ് വായിച്ചുകൊണ്ടാണ്. പിന്നെ ഇവിടെ ചർച്ചയ്ക്ക് വരുമ്പോൾ നമുക്ക് അതൊന്നും ജനം കാണില്ല, കേൾക്കില്ല എന്ന് നമുക്ക് പറയാം. അത് നല്ല കാര്യം. Debate with Madhu Saji.